ഇവിടെ കലിതുള്ളാനുള്ളത്. കലി, കോപം, ക്രോധം ഇതിനെ അകറ്റാൻ നല്ല മാർഗം ജപം തന്നെയാണ്. ജപത്തിലൂടെ ജരാനരകൾ മാറ്റാൻ സാധിക്കുമെന്ന് ഋഷിവര്യന്മാർ തെളിയിച്ചിട്ടുള്ളതല്ലേ. പിന്നെ എന്നെ കാണാൻ വരുമ്പോ കലിതുള്ളുന്നവർ, അതിലൊരാൾ വിഷ്ണു അല്ലേ? ആ വിഷ്ണു ഇന്ന് എവിടെ? ഇവിടെയുണ്ടോ? ഇല്ലല്ലോ. പിന്നുള്ളത് രാഘവനങ്കിള. അങ്കിളിന് വരാൻ സാധ്യതയുള്ള ഒരു വലിയ ആപത്ത് സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് മാത്രമാ ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത്. നിങ്ങളെല്ലാവരും വെറുത്താലും എനിക്ക് നിങ്ങളെ അങ്ങനെ വെറുക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ വീട്ടിലുള്ളവരെല്ലാവരും എന്തോ കടുത്ത ദുഃഖത്തിലാണെന്നും ഒരാശ്രയമില്ലാതെ നിലയില്ലാ കയത്തിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുകയാണെന്നും മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം. ഇതാ സ്വാമി പൂർണ്ണ സ്വരൂപാനന്ദ യോഗീശ്വര തിരുവടികൾ രാഘവനങ്കിളിന് വേണ്ടി പ്രത്യേകം പൂജിച്ചു തന്ന പ്രസാദമാ. സത്യമാണ് ഭാമേന്റി, ഈ വീട്ടിൽ ഞാൻ ചില ദുർലക്ഷണങ്ങൾ കാണുന്നു. മകനോ എവിടെയാണെന്നറിയില്ല. ഭർത്താവിനെങ്കിലും വരാൻ പോകുന്ന ആപത്തിൽ നിന്നും രക്ഷിക്കണമെന്നില്ലേ? നീ പറയുന്നതൊക്കെ വിശ്വസിക്കാവോ? കണ്ണടച്ചു നിന്ന് സ്വാമി പൂർണ്ണ സ്വരൂപാനന്ദ യോഗീശ്വര തിരുവടികൾ എന്ന് മനസ്സിൽ പറയൂ. അനുഭവജ്ഞാനം സ്വാമിജി പറഞ്ഞു തരും. കണ്ണടച്ചു പ്രാർത്ഥിച്ചോളൂ. ഭാമാന്റി, രാഘവനങ്കിളിന്റെ അചഞ്ചലമായ മനസ്സ് ചഞ്ചലപ്പെട്ടു പോയിരിക്കുന്നു. അത് തിരിച്ചു കൊണ്ടുവരണം. എന്നാലേ ഈ വീട്ടിൽ സന്തോഷവും സമാധാനവും തിരിച്ചെത്തുകയുള്ളൂ. വിഷ്ണു പോയതിനു ശേഷം രാഘവേട്ടനെ അസുഖമൊക്കെ ഉണ്ടായത്. എന്തായാലും നീ വാ, അകത്തിരുന്ന് സംസാരിക്കും. വിഷ്ണു എവിടെയാണ് പോയതെന്നറിയാതെ ദിവസവും കണ്ണീർ പൊഴിക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം തുറന്നു പറയാൻ പോവാ. പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം. അത് ശരി, ഇവള് വീണ്ടും അവതരിച്ചോ? ഈ വരവിന്റെ ഉദ്ദേശം എന്തായിരിക്കും? ഞാൻ പറയാൻ പോകുന്നത് കേട്ട് ആരും ഞെട്ടരുത്. ഞാൻ വന്നതിന്റെ ഉദ്ദേശം തന്നെ അത് നിങ്ങളെ അറിയിക്കാനാ. ഇനി വിഷ്ണുവേട്ടനെ പറ്റി ഇവള്... ഞാൻ വിഷ്ണുവിനെ കണ്ടിരുന്നു. ഒരാഴ്ച മുൻപ്. എവിടെ വെച്ചാ നീ എന്റെ മോനെ കണ്ടത്? അവനിപ്പോ എവിടെയാ? അവനോട് നീ സംസാരിച്ചോ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഞാൻ എവിടേക്ക് വേണമെങ്കിലും നിന്റെ കൂടെ വരാം. എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. എവിടെ വെച്ചാ സുസ്മിതേ ഈ വിഷ്ണുവേട്ടനെ കണ്ടത്? ഓ, കളക്ടർ സന്നിഹിതയായല്ലോ.
മോനെ ഒന്ന് വേഗം വിട്. ചേച്ചി പറഞ്ഞതുകൊണ്ട് മാക്സിമം സ്പീഡിലാണ് ഈ വണ്ടി പോകുന്നത്. ഒരു അത്യാവശ്യ കാര്യം ആയതുകൊണ്ടാ കുഞ്ഞെ. ഞാനാണെങ്കിൽ വേഗത്തിൽ ഇറങ്ങിയപ്പോ ഫോണും എടുത്തിട്ടില്ല. ആ ഇത് തന്നെയാ എല്ലാവർക്കും സംഭവിക്കുന്ന അബദ്ധം. രണ്ട് വാക്കിൽ തീരേണ്ട കാര്യത്തിനാ ഈ ഓട്ടം മുഴുവൻ ഓടുന്നത്. ദൈവമേ. ആ പോകുന്നവരെ എനിക്ക് കാണേണ്ടത്. ആ പോയവരെ ഈ ഓട്ടോയിൽ. അയ്യോ ചേച്ചി വേറെ ഏതെങ്കിലും വണ്ടി വിളിക്കേണ്ടി വരും. അയ്യോ മോനെ, പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. അവിടെ എന്റെ ഫോൺ ഇരിപ്പുണ്ട്, അതിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാം. അതിനെന്തിനാ വീട്ടിൽ പോകുന്നത്? ഇതാ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. അയ്യോ അതിനെനിക്ക് നമ്പർ ഒന്നും കാണാതെ അറിഞ്ഞൂടാ. അത്യാവശ്യമാ, ഞാൻ വീട്ടിൽ പോയി വിളിക്കാം. വേഗം പോ മോനെ, അവരങ്ങ് എത്തും മുമ്പേ എനിക്ക് അവരെ വിളിക്കണം. എന്റെ പൊന്നു ചേച്ചി, ഇത് 3 ചക്രമുള്ള വണ്ടിയാ.